ഹായ് ഓൾ, നിഹ പ്രോ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയ സ്റ്റിച്ചിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടാക്കുക കേട്ടോ. പിന്നെ നിങ്ങളെ വിലയിരുത്തലുകളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പട്ടുപാവാടയും അതിലേക്കുള്ള ബ്ലൗസുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലൗസ് എന്ന് പറഞ്ഞാൽ അടിഭാഗത്ത് സ്കാലപ്പൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ടോപ്പ് തന്നെയാണ്. പിന്നെ പെറ്റർ പാൻ കോളർ കൊടുക്കുന്നുണ്ട്, അതിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു ബ്ലൗസാണിത്. അപ്പോൾ നമ്മളോട് മെസ്സേജായിട്ടും പിന്നെ കമൻ്റായിട്ടും ഒക്കെ ചോദിക്കാറുണ്ട് ഒരുപാട് ബിഗിനേഴ്സ്, എങ്ങനെയാണ് നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നത് എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓർഡേഴ്സ് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മോളുണ്ട്. ആ ഒരു മോൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രോക്കുകൾ, സ്കേർട്ട്, ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അതായത് പഴയ എന്തെങ്കിലും ക്ലോത്ത് വെച്ചിട്ടൊക്കെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കും. അപ്പോൾ ആ പഠിക്കണ സമയത്ത് ഇപ്പം നമ്മൾ കുട്ടികൾ ഇട്ടുകൊണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ആൾക്കാരത് കാണുമ്പോൾ എനിക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തരുമോ, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് പഴയ ക്ലോത്തുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. അപ്പോൾ ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തരുന്ന സമയത്ത് ഭയങ്കര പേടി ഉണ്ടായിരുന്നു. കാരണം സ്റ്റിച്ച് ചെയ്താൽ റെഡിയാവോ, കൊളാവോ, അങ്ങനെയുള്ള പേടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ പേടികളൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ആയാലും ഇപ്പോൾ നമ്മളതിനാട്ടിലും നമ്മളൊരാൾ നമുക്കൊരു ഒരു ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും വൃത്തിയിൽ നമ്മളത് ചെയ്തു കൊടുക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുകയാണ്, അവരുടെ സാധനങ്ങളാണ്. അതിനൊക്കെ പുറത്ത് നമ്മൾ കൂലി വാങ്ങിയിട്ടാണ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൃത്തിയിൽ ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഫാമിലീസ്, നെയ്ബേഴ്സ്, റിലേറ്റീവ്സ് ഒക്കെ അത് കണ്ടിട്ട് വർക്ക് ഉഷാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓല ഫാമിലിയിൽ നിന്നുള്ളതും കൂടി കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരാൾക്ക് തയ്ച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ നൈബേഴ്സും നമ്മളെ ഫാമിലീസും അവിടെ നിന്നുള്ള ഓർഡേഴ്സുകളും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ താൽക്കാലിക ഓർഡേഴ്സുകളൊക്കെ കിട്ടിത്തുടങ്ങും. അപ്പോൾ അങ്ങനെ കിട്ടിത്തുടങ്ങുന്ന സമയത്ത് പിന്നെ നമ്മൾ നല്ല ഫ്രോക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു തോന്നൽ വരും, എന്തുകൊണ്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിക്കൂടാ, അതിലൊരു പിന്നെ പോസ്റ്റും കാര്യങ്ങളും ഇട്ടുകൂടാ, വീഡിയോസ് ഇട്ടുകൂടാ, എന്നാൽ നമുക്ക് അതിന്നും ഓർഡേഴ്സുകൾ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങും. അങ്ങനെ നമ്മൾ ഒരുപാട് പിന്നെ ഡെയിലി വീഡിയോസും പിന്നെ പോസ്റ്റും റീലും സ്റ്റോറിയും ഒക്കെ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും അത് അറിയപ്പെട്ട് തുടങ്ങും. ഇനിയിപ്പോൾ ആൾക്കാർ അറിയപ്പെട്ടില്ലെങ്കിലും നമ്മളെ നൈബേഴ്സ്, പിന്നെ ഫാമിലി മെമ്പേഴ്സ്, അവരൊക്കെ നമ്മളെ പോസ്റ്റും റീലും ഒക്കെ കാണും. അപ്പോൾ അങ്ങനെ ഓരോ ഫാമിലിയിലുള്ളവരോടും ഓരോ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓർഡേഴ്സുകൾ കിട്ടാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓർഡേഴ്സ് കിട്ടും. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് കിട്ടും. ഫസ്റ്റ് ടൈം ഒന്നും നമുക്ക് ചിലപ്പോൾ ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ഓർഡറൊക്കെ ചിലപ്പോൾ കിട്ടും. പിന്നെ അത് കഴിഞ്ഞാണ്ട് പിന്നെ അവർ തന്നെ 2-3 ഓർഡേഴ്സ് നമുക്ക് തരും. പിന്നെ അങ്ങനെ ആരെങ്കിലും അറിയപ്പെട്ടു ഓലെ നൈബേഴ്സിന്, ഫാമിലീസിന്, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഓർഡേഴ്സുകൾ കിട്ടുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓർഡേഴ്സുകൾ കിട്ടുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് ഈ സ്റ്റിച്ച് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിടാം, നമ്മൾ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പോലെ ഒരു യൂട്യൂബ് ചാനലും കൂടി തുടങ്ങിയിട്ട് അതിലും കൂടി നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡാക്കുക. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് പിന്നെ നമ്മൾ ഷോർട്സ് കാര്യങ്ങൾ അതൊക്കെ ഇടും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അതൊക്കെ കണ്ടിട്ടും നല്ല വർക്കുണ്ട്, പിന്നെ നല്ല ഫ്രോക്കുകളൊക്കെയാണ്, നല്ല മോഡൽ ഫ്രോക്കുകളൊക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന്ന് നമുക്ക് കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നത്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, സ്റ്റോറി ഇടുക, റീലിടുക, അങ്ങനെ ചെയ്യുക. പിന്നെ യൂട്യൂബിലാണെങ്കിലും ഷോർട്സ് ഇടുക, പിന്നെ വീഡിയോസ് ഇടുക, പിന്നെ പോസ്റ്റ് ഇടുക. പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ സ്റ്റാറ്റസ് വെക്കുക, വാട്സപ്പ് സ്റ്റാറ്റസ്. അതാണ് മെയിനായിട്ട്. പിന്നെ നമ്മളെ ഫാമിലിയിലെ മെമ്പേഴ്സിന്, ഫ്രണ്ട്സിന്, ഓൾക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ചെയ്തതാണ്, ഇതിൻ്റെ വർക്കാണ്, ന്യൂ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാറ്റസ് വെക്കുക. അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് ഈ ഒരു നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരുപാട് ഓർഡേഴ്സുകൾ കിട്ടാൻ തുടങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഫാമിലി മെമ്പേഴ്സാണ് പിന്നെ നമുക്ക് അധികം വരും കേട്ടോ. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് നമ്മൾ ചെയ്ത് കൊടുത്തു ഓരോ ഫാമിലി മെമ്പേഴ്സ് ഇല്ലെങ്കിൽ ഓല തന്നെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമായിരിക്കും നമുക്ക് രണ്ടാമതൊരാൾ കൊടുത്ത ആൾ തന്നെ നമ്മളടുത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓർഡേഴ്സുകൾ കിട്ടുന്നത്.
അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മീൻ്റെ ഡ്രസ്സിൽ നിന്ന് പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഫ്രില്ലൊക്കെ വന്നിട്ടുള്ള നല്ല ഒരു ഭംഗിയുള്ള ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ ഇൻഷാല്ലാ ഉടൻ തന്നെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് നോക്കുക. പിന്നെ അതേപോലെ തന്നെയാണ് എങ്ങനെയാണ് മെറ്റീരിയൽസ് എടുക്കുന്നത്, അങ്ങനെയുള്ള ഡൗട്ടുകളും കുറേ ബിഗിനേഴ്സുകൾ നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതെല്ലാം എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പലർക്കും പെട്ടെന്ന് ചിലപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മെറ്റീരിയൽ എത്ര വേണം, ഈ ഒരു ഫ്രോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത്ര മെറ്റീരിയൽ വേണമെന്നുള്ളത് ഫസ്റ്റ് ടൈം, അതായത് ഒരു 4-5 ഫ്രോക്ക് അടിച്ചു കൊടുക്കുന്നത് വരെ എനിക്കത് ശരിക്കും പറഞ്ഞാൽ അറിയൂല. പിന്നെ ഞാൻ ഓരോരുത്തരോട് ചോദിക്കും, പിന്നെ എത്രയാണ് ഇതിന് മെറ്റീരിയൽ എടുക്കുക എന്നുള്ളതൊക്കെ അങ്ങനെ ചോദിക്കും. അപ്പോൾ ഓരോ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓല് പറയും ഒരു 4, 4.5, 5, 5.5 എന്നൊക്കെ പറയും കേട്ടോ, ഓരോ മോഡലുകൾ നമ്മൾ കാണിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും 5.5, ലാസ്റ്റ് ടൈം 5.5. അപ്പോൾ ഞാൻ അങ്ങനെ അതിക്ക് ഒരു 1/2 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ എടുക്കുക. കാരണം ബാലൻസ് ആയാലും കുഴപ്പമില്ല, തികയാതെ ഇരിക്കരുതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നമ്മൾ ബഡ്ജറ്റ് ചിലപ്പോൾ പറഞ്ഞതിലേറെ കൂടുതലായി പോകും കേട്ടോ നമ്മൾ ഡ്രസ്സ് മെറ്റീരിയൽ എടുത്തത്. പക്ഷേ ഫസ്റ്റ് ടൈം അല്ലെന്ന് വിചാരിച്ചിട്ട് അതൊന്നും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോഴാണ് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ ഒക്കെ പഠിച്ചെടുത്തിട്ടുള്ളത്. മെറ്റീരിയൽ എടുക്കും, പിന്നെ അതേപോലെ തന്നെ ബ്ലൗസിന്, അതായത് ക്രോപ്പ് ടോപ്പിനൊക്കെ നമ്മൾ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് 1/4 മതി. അപ്പോൾ 1/4 മതി എന്ന് പറഞ്ഞാൽ ഞാൻ 1/2 മീറ്റർ എടുക്കും. കാരണം ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഫാൾട്ടുകളൊക്കെ നമ്മൾ ബിഗിനേഴ്സ് അല്ലേ, അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് എന്തെങ്കിലും ഫാൾട്ടുകൾ പറ്റും എന്നുള്ള രീതിക്ക് ഞാൻ എന്ത് ചെയ്യും 1/2 മീറ്ററൊക്കെയാണ് എടുക്കാറുണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു കുഴപ്പവും ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽ നമുക്ക് അവിടെ ബാലൻസ് ആവും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ക്യാഷ് കുറച്ച് ഇതാവും, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ. ഇപ്പോൾ നമുക്ക് അതൊക്കെ ഒരുപാട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാവാം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ആര് ചോദിച്ചാലും നമുക്കത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിലും ഞാൻ അതാണ് പറയുക, ഞാൻ മെറ്റീരിയൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ സ്വയം ഒരു കഴിവ്, അതായത് സ്വയം ഇതിനെത്ര മീറ്റർ വേണ്ടി വരും എന്നുള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു അറിവ് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടും ചോദിക്കാതെ കുറഞ്ഞൊരു വിലയിരുത്തലിനൊക്കെ എടുക്കുമ്പോൾ പിന്നെ ഫസ്റ്റ് ടൈം ആകുമ്പോൾ 1-1.5 മീറ്ററൊക്കെ എക്സ്ട്രാ എടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ അത്രയും വേണ്ട എന്നുള്ളൊരു അറിവ് വരും അടുത്ത ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. ഇല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മോഡലുകൾ ഫ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഇത്ര മീറ്റർ വരും, കാരണം ഞാൻ ആ ഒരു ഫ്രോക്കിന് അത്രയാണല്ലോ എടുത്തത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രോക്കിന് അതിലേറെ കൂടുതൽ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നുള്ള അറിവുകളൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ തന്നെയാണ് ഞാൻ മെറ്റീരിയൽസ് എടുക്കാനൊക്കെ പഠിച്ചത്. കൂടുതൽ ഞാൻ ആരോടും അങ്ങനെ ചോദിക്കലില്ല. ഫസ്റ്റ് ടൈം ഒരു 1-2 ആൾക്കാരോട് മാത്രം ചോദിച്ചു. പിന്നെ അത് മാത്രമല്ല, ചോദിക്കുന്ന ആൾക്കാർക്കും അതൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. അവരോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് തിരക്കുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ അത് മാത്രമല്ല, ഓല റിപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. ഓല റിപ്ലൈ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യുക ഷോപ്പിൽ പോയിട്ടത് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ തന്നെ ഓരോ കാര്യങ്ങളും വിലയിരുത്തിയിട്ടാണ് മെറ്റീരിയൽസ് എടുക്കാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ മെറ്റീരിയലിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 6 months ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, സീം അലവൻസൊക്കെ ഉള്ളിൽ പോകുന്ന വിധത്തിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുൻപ് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, സീം അലവൻസ് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ. അപ്പോൾ മുൻപത്തെ വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് നോക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ മക്കൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിക്കൊക്കെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ മക്കൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത സമയത്ത് നന്നായിട്ട് തന്നെ അയൺ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ കമൻറ്റുകളും ഡൗട്ടുകളൊക്കെ താഴെ അറിയിക്കട്ടോ. ഇൻഷാ അല്ലാഹ് ഓരോ കമൻറ്റുകളും നമ്മൾ ഓരോ വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തതൊരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് വരാം.